ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ പേരിൽ അറിയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ധന്യമായ മുഹൂർത്തം. അതിനുള്ള ചിറകുകൾ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തത് എയ്സാണ്. പിന്നെ നമ്മളൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഗൂഗിൾ മാപ്പിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പോലും പല വഴികളായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ ദൂരം കുറഞ്ഞ വഴികളുണ്ടാവും, ദൂരം കൂടിയ വഴികളുണ്ടാവും. പക്ഷേ കറക്റ്റായിട്ടുള്ള വഴി കൂടെ അതിന് എയ്സിനോടൊരു നന്ദി എന്നെ പറയാനുണ്ട്. PSCയിലേക്ക് വന്നത് എന്നും ഇങ്ങനെ പോരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ട് തോന്നും, എന്താ എങ്ങടാ പോണേ എല്ലാവരും ചോദിക്കുന്നതെന്ന്. കൂടുതൽ സമയം ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ പഠിക്കാറുണ്ടായിരുന്നത്. ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും കമ്പൈൻ സ്റ്റഡി തന്നെയാണ്. മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ എന്നുള്ള ആ ഒരു എക്സാമിന്. എല്ലാ എക്സാമും ഏത് എക്സാമും നമ്മൾ എഴുതുക എന്നുള്ളതാണ് നമ്മൾ PSC എന്നുള്ളൊരു ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആദ്യം സെറ്റാക്കേണ്ടത്. ആത്മാർത്ഥമായിട്ട് PSC ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ജോലി നേടാമെന്നുള്ളതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ നിലവിൽ LD, LGS, ASM എന്നീ 3 കേരള PSC ലിസ്റ്റുകളിലാണുള്ളത്. എയ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് നല്ല ഒരു പഠിക്കാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തന്നത് എയ്സാണ്, എയ്സിൻ്റെ ടീമാണ്. എനിക്ക് ഇവിടുത്തെ റീഡിങ് റൂമിനോടും എയ്സിനോടും ഭയങ്കര കടപ്പാടുണ്ട് എന്നെ ഈ നിലയിലെത്തിച്ചതിന്. ഞാൻ സുഹറാബി, ഞാനൊരു അധ്യാപികയാണ്. നിലമ്പൂർ കരുളായി മൈലമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ നമ്മുടെ 2015 നടത്തിയ HSA മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റാങ്ക് എനിക്കാണ് ലഭിച്ചിട്ടുള്ളത്. എയ്സിൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. അവിടുത്തെ എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയത്. ഹയർ സെക്കൻഡറിയിലും എനിക്ക് 2ാമത്തെ റാങ്ക് തന്നെയായിരുന്നു. അതും നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ടൊക്കെയാണ് എനിക്കത് ലഭിച്ചിട്ടുള്ളത്. കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് എന്തായാലും വിജയത്തിലെത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. റിസൾട്ട് വന്നപ്പോൾ എപ്പോഴും ഷോക്ക് തരുന്ന ആളാണ് എന്നും. അപ്പോൾ അതേപോലൊരു ഷോക്ക് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്രയ്ക്ക് വലിയൊരു ഷോക്കാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും, എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു റാങ്ക് കിട്ടും എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്ന തമ്പുരാനെ എൻ്റെ കുട്ടിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതം കാണിച്ചല്ലോ. ഒരിക്കലും നമ്മൾ മറക്കില്ല. നമ്മുടെ കരിയറത്ത്, അവളുടെ കരിയറത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എയ്സ് പറഞ്ഞ ആ സ്ഥാപനത്തിൽ പോയിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് PSCക്ക് പഠിക്കേണ്ടതെന്നുള്ള ആ ഒരു ഇത് അവൾക്ക് മനസ്സിലായത്. എന്തായാലും ഇതിലെന്തെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇത്രയും വലിയൊരു മൊമെൻ്റ് തന്നതിന് എനിക്ക് സത്യം പറഞ്ഞാൽ അവളുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോളായതുകൊണ്ട് പറയലേ. ഏറനാടിൻ്റെ സിരാകേന്ദ്രമായ മഞ്ചേരിയിൽ എയ്സ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് ചരിത്രം എയ്സിനോടൊപ്പം നടന്നു. രാജ്യത്തെ എല്ലാ പ്രധാന മത്സര പരീക്ഷകൾക്കുമുള്ള പരിശീലനവും ഇന്ന് എയ്സ് നൽകുന്നുണ്ട്. 10 സെന്ററുകളിലായി ഇതുവരെ 100,000-ലധികം ഉദ്യോഗാർത്ഥികൾ എയ്സിൽ പഠിക്കുകയും 25,000-ലധികം പേർ സർക്കാർ ജോലി നേടുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 4 or 5 പേർ എയ്സിൽ പഠിച്ച് ജോലി നേടിയ എത്രയോ കുടുംബങ്ങളുണ്ട്. സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. അതോടൊപ്പം നാളെ വിവിധ സേവനങ്ങൾക്കായി നിങ്ങളുടെ മുമ്പിലെത്തുന്ന പാവപ്പെട്ടവർക്ക് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും സമയബന്ധിതമായി നൽകണം. ആത്മാർത്ഥമായും സത്യസന്ധമായും നിങ്ങൾ ജോലി ചെയ്യുക. നാളെ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണയിക്കേണ്ട, ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളിലാണെന്ന തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകണം.